കൃഷ്ണകൃപാസാഗരം. സർവഗുണങ്ങളോട് കൂടിയതും ഏറ്റവും കല്യാണപ്രദവുമായ ശോഭനകാലം. ഭാഗവതം അത്തരത്തിൽ വാഴ്ത്തിപ്പാടിയ ഭഗവാന്റെ അവതാര മുഹൂർത്തങ്ങളിലൂടെയായിരുന്നു കൃഷ്ണകൃപാസാഗരത്തിൻ്റെ കഴിഞ്ഞ സർഗങ്ങളുടെ സഞ്ചാരം. തടവറയിൽ പുഷ്പവൃഷ്ടി സംഭവിച്ചു. വസന്തകാലം സമാഗതമായതുപോലെ എങ്ങും പൂക്കൾ വിടർന്നു വിലസി. കിളിമൊഴികളെങ്ങും നിറഞ്ഞു. ഖനികളിൽ സ്വർണാദികൾ സുലഭമായി. രാവിലും താമരകൾ വിടർന്നു. പക്ഷേ കംസാദി ദുർജനങ്ങൾ കൊടിയ ഭയത്തിൻ്റെ ചിറകിലേറി ദുസ്വപ്നങ്ങളിൽ ഉഴറി. ഒടുവിൽ ആ മുഹൂർത്തം സമാഗതമായി. മായാശക്തിയാൽ വിളക്കുകളെല്ലാം അണഞ്ഞു. ഏറ്റവും മംഗളകരമായ സ്ഥാനങ്ങൾ തേടി ജ്യോതിർഗോളങ്ങൾ ചലിച്ചു. ചന്ദ്രനും ബുധനും ശനിയും ഉച്ചരാശിയിൽ നിലകൊണ്ടു. ഇടവലഗ്നം പിറന്നു. 11 വ്യാഴം നിന്നു വിളങ്ങി. ചിങ്ങത്തിൽ സൂര്യൻ, തുലാത്തിൽ ശുക്രൻ, വൃശ്ചികത്തിൽ രാഹു, ബുധവാരത്തിൽ അർദ്ധരാത്രിയിൽ അഷ്ടമീതിഥിയിൽ പരബ്രഹ്മസ്വരൂപൻ അവതരിക്കുകയായി. അതിൻ്റെ മുന്നോടിയായി രോഹിണി നക്ഷത്രം ഉദിച്ചുയർന്ന മഹാമംഗളമുഹൂർത്തത്തിൽ നിന്നും അനന്തര സർഗ സമാരംഭം.
പരമ്പൊരുളായ ഭഗവാനെ, ഈയുള്ളവന്റെ അഷ്ടമസുതനായി അവതരിച്ചിരിക്കുന്നത് ആരാണെന്ന് അടിയനറിയുന്നു. ഭൗതിക പ്രകൃതിയുടെ മേലുള്ള കടാക്ഷമൊന്നുകൊണ്ട് മാത്രം പ്രപഞ്ച പ്രത്യക്ഷമാചരിക്കുന്ന വ്യക്തിവിശേഷമാണങ്ങ്. ജീവസത്തകളുടെ മുഴുവൻ പരമാത്മാവ്, കേവലമായ സത്യം, സർവപ്രാണികളുടെയും ബുദ്ധിവൃത്തികൾക്ക് സാക്ഷിയായവൻ, പരമപുരുഷൻ, പരമമായ ജ്ഞാനം, പരമമായ ആനന്ദം. മഹായോഗികൾക്ക് കൂടി സാക്ഷാത്തായിട്ടറിയാൻ കഴിയാത്ത അങ്ങയെ ദൃഷ്ടികൾ കൊണ്ട് തന്നെ കണ്ടറിയാൻ മാത്രം എന്തു സൗഭാഗ്യമാണ് ശ്രീപതേ സാധുക്കളായ ഈയുള്ളവർ ചെയ്തത്. അദൃശ്യമായിരിക്കുന്ന ചിദാനന്ദ രൂപമേ, അങ്ങയുടെ മോഹനരൂപം ഈയുള്ളവന് നേത്രഗോചരമാക്കിയതിൻ്റെ കാരുണ്യാതിശയം അവർണ്ണനീയം. അങ്ങ് കേവലം ദേവകീ ജഠരത്തിൽ പ്രവേശിച്ചവനല്ല, ബ്രഹ്മാണ്ടത്തെ സ്വയം സൃഷ്ടിച്ച് അതിനുള്ളിൽ പ്രവേശിച്ചവനാണ്. അങ്ങയുടെ പാദപത്മഭക്തന്മാരായ ഈയുള്ളവരോടുള്ള പ്രേമാവേശ നിമിത്തം പുത്രനായി അവതരിച്ച നിരാകാര ബ്രഹ്മാണ്ടമൂർത്തെ നമോവാകം. ആദികാരണനായ, ക്രിയാരഹിതനായ, നിർവികാരനായ പരമാനന്ദ സ്വരൂപമേ, നിന്തിരുവടിക്കുണ്ടാകുമോ കംസഭീതി? മഹാപ്രളയത്തിൽ പോലും നശിക്കാതിരിക്കുന്നവനെ അങ്ങയെ നിഗ്രഹിക്കാൻ എങ്ങനെ ഭോജരാജന് കഴിയും? ആകയാൽ കാലത്തിന്റെ നിയന്താവായ നിർഭയ മഹാപുരുഷോ, പുത്രഭാവത്താൽ ഇവളിൽ അവതരിച്ച അങ്ങ് മാനവ ശിശുവായി തന്നെ ഇവളോടൊപ്പം വസിച്ച് ഈയുള്ളവരുടെ സംസാര ദുഃഖം അകറ്റിത്തന്നാലും ഈ 7-14 ലോകങ്ങളും ഉദരത്തിൽ പേറുന്ന ചിന്മയ സ്വരൂപനെ ഭവാനുഭൂജാതനാകാൻ ഈയുള്ളവളുടെ ഉദരം ഉപാധിയാക്കിയതിന് സഹസ്രകോടി വന്ദനം. പ്രിയജനനി, അവിടുത്തെ പ്രാർത്ഥന നാം സ്വീകരിച്ചിരിക്കുന്നു. കേവലം ഒരു മാനവ ശിശുവായി തന്നെ നാം അമ്മയുടെ മകനായി അവതരിച്ചിരിക്കുന്നു. പക്ഷേ പുത്രഭാവത്താൽ അമ്മയോടൊപ്പം ജീവിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ അവതാരത്തിന് ഏറെ ദൗത്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഭൂമിദേവിയുടെ സങ്കട നിവൃത്തിക്ക് വേണ്ടിയുള്ള ദൗത്യം. ആകയാൽ പിതാവേ, അങ്ങ് ഇപ്പോൾ തന്നെ അഷ്ടമപുത്രനെ ഇവിടെ നിന്നും അമ്പാടിയിലേക്ക് കൊണ്ടുപോയാലും. മായാശക്തിയാൽ ജനന വൃത്താന്തം ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. അങ്ങ് അമ്പാടിയിൽ ചെല്ലണം. അമ്പാടിയിൽ ചെന്ന് മടങ്ങിയെത്തുവോളം മധുരാപുരിയാകെ മായാനിദ്രയിലായിരിക്കും. ഇവിടെ നാം അവതരിച്ചു കഴിഞ്ഞതും അമ്പാടിയിൽ യോഗമായാദേവി നന്ദഗോപസുതയായി അവതാരം കൈക്കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു. അങ്ങ് അഷ്ടമപുത്രനെ അമ്പാടിയിൽ യശോദാദേവിക്കരികിൽ കൊണ്ട് കിടത്തി പകരം അവിടെ അവതരിച്ചിരിക്കുന്ന പെൺകുഞ്ഞിനെ ഇവിടേക്ക് ആനയിച്ചാലും അങ്ങയുടെ സുഗമമായ യാത്രയ്ക്ക് വേണ്ടി കാൽ ചങ്ങലകളോ കാരാഗ്രഹ ബന്ധനമോ ഒന്നും പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കില്ല. ശ്രേഷ്ഠ പിതാവേ, നമ്മുടെ മാതാവേ, അവതാര ലക്ഷ്യം സാധ്യമാക്കുന്നതിനായി അങ്ങ് കാരാഗ്രഹത്തിൽ മടങ്ങിയെത്തുന്ന നേരം തന്നെ ഇപ്പോഴുണ്ടായ വെളിപാടുകളെല്ലാം മായാശക്തിയാൽ അങ്ങ് വിസ്മരിക്കും. അഷ്ടമസന്താനം ഒരു ആൺകുഞ്ഞായിരുന്നു എന്നും കംസഭീതിയാൽ അവനെ അമ്പാടിയിലേക്ക് മാറ്റിയെന്നും മാത്രമേ നിങ്ങൾ ഇരുവർക്കും ഓർമ്മയുണ്ടാകൂ.
ലോകത്തിനു മുന്നിൽ അഷ്ടമസന്തതി ഒരു പെൺകുഞ്ഞ് തന്നെ ആയിരിക്കട്ടെ. കാലമാകുമ്പോൾ ആ രഹസ്യം സ്വയം വെളിപ്പെട്ടുകൊള്ളും. ഉണർന്നാലും ഭഗവാൻ ഭൂവിൽ അവതരിച്ചത് ബാലമുകുന്ദ രൂപത്തിലായിരുന്നു. ശംഖചക്രഗതാപത്മങ്ങളേന്തിയ 4 തൃക്കൈകൾ, മാറിൽ ശ്രീവത്സം, കണ്ഠത്തിൽ കൗസ്തുഭം. ആ രൂപത്തിന് മുന്നിൽ നിന്ന് സാധാരണ മാനവ ശിശുവായി തീരണമെന്നാണ് ദേവകി പ്രാർത്ഥിച്ചത്. അനന്തരം അത് സംഭവിക്കുകയായിരുന്നു. ഭഗവാൻ കണ്ണെഴുതി പൊട്ടുതൊടാത്ത കേവലമൊരു നവജാത ശിശു മാത്രമായി. ബാലമുകുന്ദ രൂപത്തിനോട് ദേവകീ വസുദേവന്മാർക്ക് മോക്ഷം ആവശ്യപ്പെടാമായിരുന്നു. അവരത് ചെയ്തില്ല. ഹസ്തലബ്ധമായ മോക്ഷം പോലും ത്യജിക്കാനുള്ള ഈ ശക്തി പരമഭക്തിയുടെ ലക്ഷണമാണ്.